ഹായ് ഹോൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ കുട്ടിക്ക് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനം 11 ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? ഇപ്പം കളർ ഡ്രസ്സ് അല്ല ഇടുക, യൂണിഫോം അല്ലല്ലോ. ഇന്നുണ്ടല്ലോ ഇൻട്രോ ഇവുവിൻ്റെ ഗെറ്റ് റെഡി ആട്ടോ. അപ്പോൾ ഇന്ന് സ്കൂള് കളർ ഡ്രസ്സാട്ടോ. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ്. കാരണം അവർക്ക് എക്സാം ഇനി സ്റ്റാർട്ടായ കാരണം ഇനി അതിനിടയിലൊരു ലീവിൽ ഇത് നടത്താനൊരു ഇതില്ല, പ്രോഗ്രാം നടത്താനൊരു ദിവസമില്ല എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ നടത്തുക കേട്ടോ. കാരണം അന്ന് പിന്നെ ഇവർക്ക് ക്ലാസ് ലീവ് വയ്ക്കാറ് ഓഗസ്റ്റ് 15 അന്നിട്ടാണ് അങ്ങനെ. അപ്പോൾ മാക്സിമം കുട്ടീനൊന്ന് അലങ്കരിച്ചിട്ട് തന്നെ പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ വെള്ളമുടുപ്പും ചെരുപ്പും അതേപോലെ ഹെയർ ബാൻഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹെയറിങ് ഒക്കെ സെറ്റാക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഇങ്ങനെയുള്ള കളർ വട്ടുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ 3 കെട്ടിങ്ങാണ്ട് കളറാക്കി കൊടുത്തിട്ടുണ്ട്. ഉടുപ്പ് പിന്നെ വെള്ളയിലിടോ. അപ്പം ഞാൻ പിന്നെ ഇതേതായാലും സൂത്രത്തിൽ ഫ്ലാഗിൻ്റെ കളർ തന്നെയല്ലോ, വെള്ളയും പച്ചയ്ക്ക്. അപ്പം അങ്ങനെ ഒരു ഉടുപ്പ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാട്ടോ ഞങ്ങളെ ഹെയർ സ്റ്റൈല്. മറ്റൊരു അവിടെ നന്നായിട്ട് ഒരുങ്ങുന്നുണ്ട് ഇലു. അങ്ങനെ ഇനിയിപ്പോൾ അതാ കൈക്ക് ആപ്പാപ്പ ഇന്നലെ കയ്യുമിടാനും ഫ്ലാഗൊക്കെ കൊടുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇട്ടെടുത്തിട്ടാണ്. പിന്നെ ഞാൻ റിബൺ ഇങ്ങനെ ഇട്ടെടുത്താലോ വിചാരിച്ചു. പിന്നല്ലേ കുത്തി കൊടുക്കണേ, അത് വെച്ചിട്ട് എന്തെങ്കിലും പണി ഒപ്പിക്ക് വെച്ചിട്ട് ഇട്ടെടുത്തിട്ടില്ല. പിന്നെ ഇന്ന് കണ്ണൊക്കെ ഒന്ന് എഴുതി സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ. പൊതുവേ ഞാൻ ഐബ്രോ മാത്രമേ എഴുതി കൊടുക്കാറുള്ളൂ. ഇന്ന് ഞാൻ ഈ കണ്ണിൻ്റെ അടിയിൽ കാജലൊക്കെ ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ അവരുടെ സ്കൂളിൽ അങ്ങനെ സ്കൂൾക്ക് പൊതുവേ നമ്മളിങ്ങനെ കുട്ടികൾക്ക് മേക്കപ്പ് പോയിട്ട് ശീലാക്കിയാൽ പിന്നെ അവരതില്ലാതെ പോകില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒന്നുള്ള ഇതിന് നിൽക്കാറില്ല കേട്ടോ. പിന്നെ ഇന്ന് പായസം ഉണ്ട്, സ്റ്റീൽ ഗ്ലാസ്സേ കൊടുത്തയക്കാൻ പാടുള്ളൂ. എന്താണിന്ന് ഫ്ലാഗാ? ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? പായസം കിട്ടുന്നേ? എമിനും ഉണ്ടോ ഫ്ലാഗ്? ഓക്കുന്നല്ല കേട്ടോ പ്രോഗ്രാം, അതിൻ്റെ ചെറിയൊരു കലിപ്പാണ്. പിന്നെ വണ്ടി എന്നാൽ അട്ടപ്പാച്ചിലാണ് നിങ്ങളാ കണ്ടത്. പിന്നാലെ ഞാനും ഓടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ എത്തിയാൽ നമ്മൾ ഈ കുട്ടികളെ കയറ്റലും വെക്കലും പിടിച്ചലൊക്കെ പിന്നെ ഡ്രൈവർ അങ്ങ് ഏറ്റെടുത്തോണ്ട് നമുക്ക് ആ കാര്യത്തിൽ ടെൻഷനില്ല. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ ഒന്ന് റെഡി ആയതിന് ശേഷമാണ് ബാക്കിയുള്ള കുക്കിങ്ങും പരിപാടി കേട്ടോ. ഇതുണ്ടല്ലോ ഞാൻ ആകെ ഡിസ്റ്റർബ് ആയി നിൽക്കുക കേട്ടോ ഗൈസ്. കാരണം വീട്ടിൽ ആരുമില്ല, ഉമ്മപ്പയും ഹോസ്പിറ്റലിൽ പോയി. അസ്മ പിന്നെ ഇലുവിനെ പറഞ്ഞയച്ചുകൊണ്ട് ഓളെ വീട്ടിൽ പോയിട്ടാ. വീട്ടിലെല്ലാവരും ഉണ്ടായിങ്ങാണ്ട് പിന്നെ നമ്മൾ ഈ ഒറ്റക്കാവുമ്പോൾ അതൊരു സുഖമില്ലാത്ത പരിപാടി കേട്ടാ. എനിക്ക് എന്തോ ഒരു പേടിയെന്നൊന്നല്ല, ഒരുമാതിരി ഒരു മ്ലാനതയും കിട്ടും, അങ്ങനെ തന്നെ പറയാം. എനിക്കിൻ്റെ ഇളച്ചിയോളുള്ളത് അത് വേറൊരു വൈബാട്ടാ. ഇനിയിപ്പോൾ അവരിങ്ങനെ ഇടയ്ക്ക് പോണ സമയമാകുമ്പോൾ ഇമ്മിപ്പിയും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളെ വീട് ഇങ്ങനെ എപ്പോഴും കാലി അങ്ങനെ ഇല്ല കേട്ടോ. ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവരും സൗണ്ടും അങ്ങനെ വീട് എപ്പോഴും എൻഗേജ്ഡാണ്. ഇതെന്താ പൊന്നാ? ഫ്ലാഗോ? ഗുഡ് ബൈ. അമ്പിളി മാമൻ എന്താ അറബി പറയാ? ഉറുമ്പിന് എന്താ ഇംഗ്ലീഷ് പറയാ? ഉറുമ്പിന് ആൻഡോ? എനിക്കാരാ പഠിപ്പിച്ചെന്ന്? ടീച്ചറോ? ഏത് ടീച്ചറ്? ഇതിപ്പോൾ പരമ ബോറടി എൻ്റെ കുട്ടിക്കാട്ട്. ആരും ഇല്ലായിട്ട് കളിക്കാനും വരില്ല, മുണ്ടി പറയാനും വരില്ല. അങ്ങനെ എൻ്റെ മുന്നിലും പിന്നിലായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ഓനും കൂടെ അങ്ങനെ പറിച്ചിലും തൊഴിച്ചിലായിട്ട് നടക്കുന്നുണ്ട്. അതിനിടയിൽ കറി അങ്ങ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ തേങ്ങ പൊട്ടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഇതിനുള്ള അവകാശം ഓനാണ്. അപ്പോൾ അത് കൊടുത്ത് പിന്നെ ഉണ്ടല്ലോ ഇവർ വിട്ടാൽ വേറെ ഓർഡർ ഇറങ്ങി പോകട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ആരും വരാനും പോകാനൊന്നും ഇല്ലല്ലോ വെച്ചിട്ട് ഗേറ്റ് അങ്ങ് അടച്ചിട്ടാറ്. ഇനി വരാനുള്ളത് പാലിൻ്റെ ആളാണ്. അപ്പോൾ അത് നമ്മൾ ആ ഗേറ്റിൻ്റെ കുറ്റിയിട്ടാൽ അത് തുറക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അത് എവിടെ നമ്മൾ കിച്ചണിലായാലും ബാത്റൂമിലായാലും വരെ കേൾക്കാത്തൊരു സൗണ്ടാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ കണ്ട് പൊട്ടിട്ടുങ്ങാണ്ട് പാലിൻ്റെ ആളല്ലേ വരാനുള്ളൂ
മീൻസ് അയാൾക്ക് കുപ്പിയും കാര്യമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് കിച്ചണിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇളച്ചികൾ തമ്മിൽ നല്ല വൈബാണെന്ന്. അത് സത്യം കേട്ടോ, മാഷാ അല്ലാ. ഒരു ഏറ്റക്കുറച്ചിലോ അല്ലെങ്കിൽ ഒരു ഈഗോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഞങ്ങൾ തമ്മിൽ. ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്, ഭയങ്കര ഈഗോ പ്രശ്നമാണ്. എന്നെക്കാളും മേലെ ഓളാവരുത് അങ്ങനത്തെ ഒക്കെ ചിന്തയല്ലോ ഇളച്ചോളും മുത്തച്ചോളും മീൻസ് ഉണ്ടാവുക. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾക്ക് അവർക്ക് എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഞമ്മക്ക് എന്തായാലും കുഴപ്പമില്ല, അവർക്ക് എന്തായാലും കുഴപ്പമില്ല. ഞങ്ങൾ ലൈഫ് പോലെ ഓല ലൈഫ് പോലെ അങ്ങനെ കേട്ടാ. എന്നാലോ ഞങ്ങളാണെങ്കിൽ ഭയങ്കര ടച്ച് കേട്ടാ. ഞങ്ങളെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ലോകമാണ്. ഞങ്ങൾ കൂടുതലും ഹാപ്പി ആയിട്ടും അതായത് കൂടുതലും സംസാരിക്കാറ് എല്ലാതും ഞങ്ങൾ പുറത്ത് മീൻസ് ഞങ്ങൾ കിച്ചണിലാണ് കൂടുതൽ ടൈമും. ഞങ്ങൾ കിച്ചണിൽ തന്നെ കാരണം എല്ലാവരും ഉള്ളപ്പോട്ടാ ഞങ്ങൾ കിച്ചണിൽ നിന്ന് പോവാനേ ലാഗാവും. നേരെ മറിച്ച് ഞാൻ ഒറ്റയ്ക്കുള്ള ടൈമാണെങ്കിലും അല്ലെങ്കിൽ ഞാനിനി ഇവിടെ ഇല്ല അവരൊറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും അവർ പറയും വേഗം കിച്ചണിൽ പണിയൊക്കെ കഴിഞ്ഞാൽ അകത്തേറിയുന്നിട്ടാ ഞങ്ങളൊക്കെ വിളിക്കുമ്പോൾ. ഇനിയിപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ തന്നെ, അവരില്ലാത്ത സമയമാകുമ്പോൾ എൻ്റെ പണിയൊക്കെ വേഗം കഴിഞ്ഞ്. നേരെ മറിച്ച് ഞങ്ങൾ മൂന്നാളും ഉണ്ടോ ഞങ്ങളെ പണിയും കഴിയൂല, സംസാരവും കഴിയൂല, ചിരിയും കളിയും വർത്താനുമായിട്ട് അങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കൂട്ടാ. അപ്പോൾ അത്രയും ഞങ്ങൾ നല്ല ടച്ചാട്ടാ. ഒന്നുമില്ല, നിങ്ങൾ വിചാരിച്ചു മറ്റുള്ളവരെ കുറ്റം പറയാം അങ്ങനെ. എന്താ പണി? എന്താ തിന്നിന്? മുട്ടയോ? ഇതിനിടയിൽ അങ്ങോട്ടൊരു ശ്രദ്ധ വേണം കേട്ടോ. കാരണം ഒറ്റക്കായതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യാത്തതൊന്നും നിശ്ചയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ ആരെ ഇറച്ചി തിന്നണ സ്വഭാവം അങ്ങനെയൊന്നുമല്ല കേട്ടോ. കാര്യമായിട്ടുള്ള ചർച്ച എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അന്ന് ഇൻസ്റ്റയിൽ വന്ന റീല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവിത്തെ കഥ അതും പറഞ്ഞ് അധികം ഞങ്ങളെ മൂന്നാളെ അഭിപ്രായം അങ്ങോട്ട് കലക്കിയെടുക്കും ഞങ്ങൾ. പിന്നുണ്ടല്ലോ എനിക്ക് താത്താന്ന് വിളിക്കാൻ ആൾക്കാരുണ്ടെങ്കിലും ഇന്നെ താത്താന്ന് വിളിക്കാറുള്ളത് ഓല് രണ്ടാളും മാത്രമാണ്. അപ്പോൾ ആ ഒരു കരുതലും സ്നേഹം ഞാൻ ഓൾക്ക് തിരിച്ചും കൊടുക്കും. കിച്ചണത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാത്ത പണി ഓലും ചെയ്യും, ഓലെടുക്കാത്ത പണി ഞാനും എടുത്തു. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോകും. ഓനെണ്ട പോവാ? ഇതോടൊപ്പം ഞങ്ങൾ ബെഡ്റൂമിലെ കച്ചറകൾ വരെ ഷെയർ ചെയ്യുന്നത് കിച്ചണിൽ വന്നിട്ടാണ്. ഒരേ ദാമ്പത്യ ജീവിതമാകുമ്പോൾ ചിലങ്ങനെ ചട്ടിയും കലാകുമ്പോൾ തട്ടിമുട്ടി ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ചിലക്കൊരു സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് തമ്മിൽ ഷെയർ ചെയ്യും ഞങ്ങൾ പിറ്റേ. അതേപോലെ ഒരു ദിവസം ഒരു റൂമത്ത് മുണ്ടലൊക്കെ തെറ്റി മുണ്ടി ശരിയായാൽ പിന്നെ പിറ്റേ ദിവസം മറ്റേ റൂമിലറിയും. അപ്പോൾ ഞങ്ങൾ പറയും ആ ബാധ അങ്ങനെ ആ റൂമിലേക്ക് വന്നിക്കണെന്ന് പറയും. അപ്പം ഞാൻ പറയും അപ്പം ഞങ്ങൾ തെറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ബാധന എങ്ങോട്ട് വിടരുത്, ഞങ്ങൾ ഇപ്പം അടുത്ത് മുണ്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറയാം. അങ്ങനെ അത്രയും നല്ല വൈബിൽ ഞങ്ങൾ മാഷാ അല്ലാഹ് മുന്നോട്ട് പോകണ്ടിട്ടോ. മരിക്കോളം ഞങ്ങൾക്ക് അങ്ങനെ പോകണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതവും കഥകളും വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം. ഈ കൊടി ഇന്നൊരു ബാധയായി അടുക്കളയിൽ ചുറ്റിപ്പറ്റുന്നുണ്ട്. അപ്പോൾ ഓക്കെ ബൈ.